കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള പദ്ധതി ഏത്? പദ്ധതിയുടെ വിഹിതം എത്ര രൂപ? ചിന്തയ്ക്ക് പറയാമോ? ഞങ്ങൾക്ക് വളരെ കൃത്യമായ കണക്കുണ്ട്. ഞങ്ങളുടെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പ്രവർത്തനത്തെയും എത്രയോ നാൾ നിങ്ങൾ പാലക്കാട് തൊട്ട് തുടങ്ങിയ ഭീഷണിയാണ്. അയ്യോ ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. കൊഞ്ഞണം കുത്തരുത്. ചോദിക്കാനുണ്ടോ? ചോദിക്ക്. അല്ലാതെ ഒന്ന് കൊഞ്ഞണം കുത്തല്ലേ. ബിജെപിയുടെ ചോദ്യം കൊഞ്ഞണം കുത്തി പേടിക്കുന്ന പാർട്ടിയാണ് കേട്ടോ. എന്റെ കൂടെ കാറിൽ വന്നതുകൊണ്ടാണ് അവർക്കതുണ്ടായത്. അതിന്റെ മറുപടി പറയാൻ ആ കുട്ടിക്ക് അവസരം. കേരളത്തിലെയും അതുപോലെ തന്നെ കൊല്ലം, പ്രത്യേകിച്ച് കൊല്ലം കോർപ്പറേഷൻ്റെ തിരഞ്ഞെടുപ്പായതുകൊണ്ട് തന്നെ കൊല്ലം കോർപ്പറേഷനിലെ ഓരോ മനുഷ്യരെയും തൊട്ടനുഭവിക്കാൻ കഴിയുന്ന വികസനമാണ് LDF കഴിഞ്ഞ 25 വർഷക്കാലത്തിനിടയിൽ കൊല്ലം കോർപ്പറേഷനിൽ നടപ്പിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഞങ്ങൾ മുന്നോട്ട് വയ്ക്കുന്ന മുദ്രാവാക്യം തന്നെ LDF തുടരും, നാട് വളരും എന്നുള്ളതാണ്. ഈ കൈ കൊണ്ട് ഇങ്ങനെ തള്ളി തള്ളി അതാണ് ഇപ്പം ഈ നമ്മളിവിടെ ഒന്നിച്ചു കൂടിയിരിക്കുന്ന ഈ വി പാർക്ക് തന്നെ ഏറ്റവും നല്ല ഒരു ഉദാഹരണമാണ്. മുമ്പ് ഇവിടെ ഉള്ളവർക്കറിയാം, സാമൂഹ്യ വിരുദ്ധന്മാരുടെ ഒരു കേന്ദ്രമായിരുന്നു. അതെല്ലാം മാറി ചെറുപ്പക്കാർക്കും വീട്ടമ്മമാർക്കും സഹോദരീ സഹോദരന്മാർക്കും ഒരുമിച്ചിരിക്കാൻ കഴിയുന്ന, സൗഹൃദം പങ്കിടാൻ കഴിയുന്ന, നൈറ്റ് ലൈഫിൻ്റെ എല്ലാം ഒരു ഇടമായി ഈ വി പാർക്കിനെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞത് മുതലുള്ള ഇപ്പം പുരീപ്പുഴ ചണ്ടി ഡിപ്പോ ആയിരുന്നെങ്കിൽ അതിപ്പോൾ പൂങ്കാവനവും അതോടൊപ്പം IT പാർക്കായി മാറാൻ പോകുന്നു. ഏറ്റവും കൂടുതൽ സ്വജനപക്ഷപാതം നടന്ന കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ഏറ്റവും കൂടുതൽ മാലിന്യ പ്രശ്നമുള്ള കോർപ്പറേഷൻ എന്ന് വെച്ചാൽ കൊല്ലം കോർപ്പറേഷനാണ്. ബിന്നിലെ ഈ ടൗൺ ഹാൾ നവീകരിച്ചത് കഴിഞ്ഞ 5 വർഷത്തിനിടയിൽ 6ഓ 7ഓ തവണയാണ്. ഇവിടുത്തെ ഭരിക്കുന്ന കോർപ്പറേഷൻ മേയറുടെ മകൾക്ക് എപ്പോൾ കല്യാണത്തിന്റെ സാഹചര്യം ഒഴുകുന്നോ അതിന് തൊട്ട് മുമ്പ് ടൗൺ ഹാൾ നവീകരിക്കും. 56 ലക്ഷം രൂപയ്ക്ക് ഇപ്പം നവീകരിച്ച് കഴിഞ്ഞപ്പോൾ നിലവിലെ മേയറുടെ മകളുടെ കല്യാണം പെട്ടെന്ന് നടന്നു. ഇത് ഭരണം ഈ മൈഗുണന്മാരുടെ കയ്യിലായി പോയില്ലേ. മാത്രമല്ല ഇപ്പൊ ഈ വി പാർക്കിന്റെ മഹത്വം പറഞ്ഞല്ലോ. ഈ വി പാർക്കിന്റെ മഹത്വമല്ല, ഇതിനേക്കാൾ മഹത്വമുള്ള വേറൊരു പാർക്കുണ്ട് ഇവിടെ, ജവഹർ പാർക്കും കഫ്റ്റീരിയയും. അത് ആർക്കാണ് കൊടുത്തിരിക്കുന്നതെന്ന് അറിയാമോ റെന്റിന്? ഈ കഴിഞ്ഞ തവണ ഇവിടെ മേയറായിരുന്ന ശ്രീമതി പ്രസന്ന ഏണസ്റ്റിന്റെ മരുമകന്റെ ചെറിയച്ഛന് കൊടുത്തിരിക്കുന്നതിന് വേണ്ടിയിട്ട് തെളിവ് സഹിതം കാണിച്ചു തരാം. അപ്പൊ അങ്ങനെയാണ് സംഗതികളുടെ കിടപ്പ്. ഞാൻ ചെറുപ്പക്കാരെ പ്രതിനിധീകരിച്ചുകൊണ്ടാണ് ചോദിക്കുന്നത്. ഈ നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിലേറിയ സമയത്ത് ഒരു വാഗ്ദാനം തന്നിരുന്നു, 50 രൂപയ്ക്ക് പെട്രോൾ. ഞാൻ അതിനകത്തേക്ക് കടക്കുന്നില്ല. 30 കോടി തൊഴിലവസരങ്ങൾ ഒരുക്കും. അല്ലെങ്കിൽ ഞങ്ങൾ ചെറുപ്പക്കാർക്ക് ഞങ്ങൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറയുന്നത് അൺഎംപ്ലോയ്മെന്റ് ആണ്, തൊഴിലില്ലായ്മ. ഞങ്ങൾക്ക് തൊഴിൽ ഇപ്പം അങ്ങ് തരുമെന്ന് പറഞ്ഞാണ് അധികാരത്തിലേറിയത്. എവിടെ ആ തൊഴിൽ? പിന്നെ ഇവിടെ സൂചിപ്പിച്ച മറ്റൊരു കാര്യം, ആശ്രമ മൈതാനത്തെ നായകളുടെ ശല്യത്തെ പറ്റി പറഞ്ഞു. ആശ്രമ മൈതാനത്തിൻ്റെ അടുത്താണ്, ആശ്രമ മൈതാനത്തിനടുത്തുള്ള ഒരു നിവാസിയാണ് ഞാൻ. അവിടാണ് ഞാൻ ജീവിക്കുന്നത്. നിലവിൽ അങ്ങനെ നായശല്യമൊന്നും ആശ്രമ മൈതാനത്തുള്ളതായിട്ട് എനിക്കറിയത്തില്ല. പിന്നെ മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. മാഡത്തിന്റെ പാർട്ടിയുടെ വിയറ്റ്നാം കോളനിയാ പുള്ളിക്കട കോളനി. ഇനി രണ്ടാമത്തെ കാര്യം, ചിന്തയുടെ കൂടെ കാറിലായിരിക്കും മാഡം വന്നത്. അതുകൊണ്ടാണ് മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. മനസ്സിലായില്ലേ? അതുകൊണ്ടായിരിക്കും മാഡത്തിന് പട്ടിയെ കാണാഞ്ഞത്. നമ്മള് മൂഞ്ചി പ്രകോപനത്തിലേക്ക് പോകണ്ട. ചോദ്യത്തിന് ഉത്തരവുണ്ടെങ്കിൽ പറയൂ, അല്ലാതെ കൊഞ്ഞണം കുത്തരുത്. ചോദിക്കാനുണ്ടോ? ചോദിക്ക്. അല്ലാതെ ഒന്ന് കൊഞ്ഞണം കുത്തല്ലേ. ബിജെപിയുടെ ചോദ്യം അല്ലാതെ ഒന്ന് കൊഞ്ഞണം കുത്തി പേടിക്കുന്ന പാർട്ടിയാണ് കേട്ടോ. എന്റെ കൂടെ കാറിൽ വന്നതുകൊണ്ടാണ് അവർക്കതുണ്ടായത്. അതിന്റെ മറുപടി പറയാൻ ആ കുട്ടിക്ക് അവസരം. തന്തയ്ക്ക് വിളിച്ച പോലത്തെ ഒരു സുഖം. ഞാൻ പിടിച്ചേരാം. ജോലി എന്തിയെ ഞങ്ങൾക്ക് തരാന്ന് പറഞ്ഞ തൊഴിലവസരം എവിടെ? ഉത്തരം വേണ്ടേ? സഹോദരി കഴിഞ്ഞ 1 വർഷത്തിനിടയിൽ എഴുതിയ RRBയുടെയോ ബാങ്കിങ് എക്സാമിന്റെയോ കേന്ദ്ര ഗവൺമെന്റ് ഏതെങ്കിലും ഒരു എക്സാമിന്റെ അങ്ങ് അറ്റൻഡ് ചെയ്ത അഡ്മിഷൻ ടിക്കറ്റ് അങ്ങനെ കാണിക്കാൻ പറ്റുമോ? വെറുതെ പോവരുത്. തലച്ചോറ് അത് കഴിഞ്ഞു. നമുക്ക് കേന്ദ്ര ഗവൺമെന്റ് കൊടുക്കാനുള്ള പദ്ധതി ഏത്? പദ്ധതിയുടെ വിഹിതം എത്ര രൂപ? ചിന്തയ്ക്ക് പറയാമോ? ഞങ്ങൾക്ക് വളരെ കൃത്യമായ കണക്കുണ്ട്. ഞങ്ങളുടെ കോർപ്പറേഷന്റെ പ്രവർത്തനത്തെയും സർക്കാരിന്റെ പ്രവർത്തനത്തെയും എത്രയോ നാളായി നമുക്ക് കിട്ടേണ്ട
കേന്ദ്ര ചിന്ത വിഹിതം എന്റെ തന്നെ ചോദ്യം തരാതിരിക്കുന്നു. ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ചിന്ത ഒരു നിമിഷം, ചിന്ത എന്റെ ചോദ്യം ക്രിസ്റ്റൽ അല്ലല്ല ഒരു നിമിഷം, ചിന്ത എന്റെ ചോദ്യം ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏതെങ്കിലും ഒരു പദ്ധതി, ഏത് പദ്ധതിയുടെ പദ്ധതി വിഹിതമാണ് കേന്ദ്ര ഗവൺമെന്റ് പിടിച്ചു വച്ചിരിക്കുന്നത്? അതല്ല ഉദ്ദേശം. കൊല്ലം കോർപ്പറേഷന് കിട്ടേണ്ട അമൃതുണ്ടോ, ജൽജീവൻ മിഷൻ ഉണ്ടോ, സൗഭാഗ്യ യോജനയുണ്ടോ, ആവാസ് യോജനയുണ്ടോ? ഏത് പദ്ധതിയുടെ വിഹിതമാണ് തരാനുള്ളത്? പറയൂ. കേരളത്തിലെ ഗവൺമെന്റ് നടത്തുന്ന പ്രവർത്തനങ്ങൾക്കകത്ത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവര് പറഞ്ഞോട്ടെ. ഞാൻ നിങ്ങളിലേക്ക് വരാം. അവര് പറഞ്ഞോട്ടെ. അത് നോക്കണ്ട. ചിന്ത പറയും. അദ്ദേഹമല്ലേ ഡിബേറ്റ് ചെയ്യുന്നത്? അല്ല, അദ്ദേഹമല്ലേ ഡിബേറ്റ് ചെയ്യുന്നത്? പറയും. ഇത്ര അസഹിഷ്ണുത കാണിക്കുന്ന എന്തിനാ? നിങ്ങൾ ചോദ്യം നിങ്ങളിലേക്ക് വരാം. ഞാൻ മൈക്ക് തരാം. ചേട്ടാ, നിങ്ങളിലേക്ക് പേടിയാണോ? കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഭയമായിട്ടാണോ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ചിന്ത അവിടെ പറയും. ഇവിടെ ഇത് പാലക്കാട് തൊട്ട് തുടങ്ങിയ ഒരു തന്ത്രമാണ്. ജനപക്ഷത്ത് നിന്ന് നിലപാടെടുക്കുന്ന അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോ BJP-യുടെ പ്രവർത്തകർ ഇങ്ങനെ സംഘടിച്ച് നിന്ന് കായികമായി അറ്റാക്ക് ചെയ്യാൻ വന്ന ഇത് കേരളമാണെന്ന് ഓർമ്മ വേണം. നിങ്ങൾ പാലക്കാട് തൊട്ട് തുടങ്ങിയ ഭീഷണിയാണ്. അയ്യോ, ഓർമ്മിപ്പിക്കല്ലേ പൊന്നെ. ആ ഭീഷണി ഇനി കൊല്ലത്ത് നടപ്പിലാക്കി എടുക്കാമെന്ന് BJP-യുടെ പ്രവർത്തകർ നമ്മൾ അങ്ങനെ പോയിട്ട് കാര്യമില്ല. മറുപടിയിലേക്ക് വരും. അതൊരു തന്ത്രമാണ്. അല്ല, ആ തന്ത്രത്തിൽ വീഴണ്ട. തന്ത്രത്തിൽ വീഴണ്ട. അവിടെ നിന്നല്ലേ ചോദിച്ചത്. ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം തരുമോ? അത് വിട്ടേക്കോ. ചിന്ത അത് വിട്ടേക്കോ. അത് ഞാൻ പറഞ്ഞോളാം. ചിന്ത എന്റെ ചോദ്യത്തിന് ഉത്തരം പറയും. കൊല്ലം കോർപ്പറേഷന് എത്ര രൂപ ഏത് പദ്ധതിയിൽ കേന്ദ്ര ഗവൺമെന്റ് തരാനുണ്ട്? കേന്ദ്ര ഗവൺമെന്റ് കൊല്ലം കോർപ്പറേഷന്റെ വികസനത്തിന് ആവശ്യമായ ഫണ്ടുകൾ നൽകുന്നില്ല എന്നുള്ളത് ക്രിസ്റ്റൽ ക്ലിയർ ആണ്. ഏത് പദ്ധതി? അമൃതാണോ, ജൽജീവനാണോ, സൗഭാഗ്യ യോജനയാണോ, ആവാസ് യോജനയാണോ? ഏത് പദ്ധതി? ഇനി കക്കൂസ് പണിയാനാണോ? ഏത് പദ്ധതി? മൂർഖനെയാണല്ലോ ചവിട്ടിയത്. ചോദിച്ചു, എത്ര കോടി രൂപയാണ് അമൃത് പദ്ധതി അല്ല കേന്ദ്ര സർക്കാർ എത്ര തുക തന്നിട്ടുണ്ട്? അല്ല, പറയട്ടെ, രേഖ കാണിച്ചു കേട്ടോ, വിവരാവകാശ രേഖ. ആദ്യത്തെ ചോദ്യം, പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ കൊല്ലം കോർപ്പറേഷനിൽ നിന്ന് എത്ര പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്? മറുപടി, നിങ്ങളുടെ കോർപ്പറേഷൻ സെക്രട്ടറി കള്ളനാണോ? നിങ്ങളുടെ സർക്കാർ 3831 പേർക്ക് വീട് വെക്കുന്നതിന് ആവശ്യമായ തുക അനുവദിച്ചിട്ടുണ്ട്. കണ്ടല്ലോ? അമൃത് പദ്ധതി പ്രകാരം 2019 ജൂൺ 1 മുതൽ 2025 മെയ് 1 വരെ അമൃത് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാരിൽ നിന്നും കൊല്ലം മുനിസിപ്പൽ കോർപ്പറേഷനിൽ എത്ര തുക ലഭിച്ചിട്ടുണ്ട്? ചോദ്യത്തിന് ഉത്തരം ചാനലിന്റെ പ്രതിനിധിയെ കാണിക്കാം. അത്ര പൈസ കിട്ടിയിട്ടുണ്ട്. ഇത് കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കരുത്. കേന്ദ്ര ഗവൺമെന്റിന്റെ ഔദാര്യമല്ല. കൊല്ലം കോർപ്പറേഷന് 268.3084 കോടി രൂപ കേന്ദ്ര സർക്കാർ നൽകിയിട്ടുണ്ട്. അതിൽ എത്ര തുക ചെലവഴിച്ചിട്ടുണ്ട്? 24 കോടി 51 ലക്ഷത്തി 600,000. അഖിലേക്ക് വിശദ